ഹേ ഗായ്സ്, ഞാൻ PG വെക്കേറ്റ് ആവാൻ പോവാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ പ്രിപ്പറേഷനിലാണ്. 3.5 കൊല്ലത്തിൻ്റെ എൻ്റെ എല്ലാ സംഭവങ്ങളും ഒരു 3 പെട്ടിക്കുള്ളിലോട്ട് കയറ്റാൻ വേണ്ടി ഞാൻ പെടാപ്പാട് വിടുകയാണ്. അപ്പോൾ അത് ഞാൻ ഈ വീഡിയോയിലൂടെ ത്രൂ ഔട്ടായിട്ട് കാണിക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോയിലോട്ട് പോവാം. ഈ കാണിക്കുന്ന 2 ബാഗ് ഞാൻ ഇന്നലെ പാക്ക് ചെയ്ത് വെച്ചതാണ്. ഈ 2 ബാഗ് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. അതാണ് നമ്മളുടെ ഈ വീഡിയോൻ്റെ ഒരു പ്രത്യേകത. 2 ബാഗും 3.5 കൊല്ലത്തെ സാധനങ്ങളും. ഇനി എനിക്ക് ബാഗ് വാങ്ങിച്ചിട്ട് വേണം ഗൈസ് ഇനി ഈ സാധനങ്ങളൊക്കെ ഞാൻ ഇനി ബാഗിൽ കയറ്റാൻ. എനിക്കുള്ള ദിവസം എന്ന് പറയുന്നത് ഇനി ഒരു ദിവസം കൂടി ഉള്ളൂ. നാളെ ഞാൻ വെക്കേറ്റ് ചെയ്യാനും പോവാണ്. അപ്പോൾ ഇന്ന് നമുക്ക് കുറേ കാര്യങ്ങൾ കാണാനുണ്ട്, കുറേ പ്രിപ്പറേഷൻസ് ഉണ്ട്, കുറേ പരിപാടികൾ. കണ്ടില്ല, ഈ അലമാരയിലത്തെ എല്ലാ സാധനങ്ങളും ഇനി വേണം എല്ലാം അടുക്കി പെറുക്കി കയറ്റി വെക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പൊതുവെ PG ഉണ്ടാകുമ്പോൾ 1-2 ആഴ്ച കൂടുമ്പോഴാണ് എൻ്റെ ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാൻ ഇടാറ്. ഇപ്പോൾ എനിക്ക് പണി കിട്ടിയിരിക്കുകയാണ്. വൈകുന്നേരത്തേക്കുള്ളിൽ ഇതൊക്കെ ഉണങ്ങി കിട്ടണം. ക്ലൈമറ്റ് ആണെങ്കിൽ മഴയുമാണ്. ഞാനിതിപ്പോൾ ഇതെല്ലാം നനച്ചിട്ട് ടെറസിൽ കൊണ്ടുപോയി ഇടാൻ വേണ്ടിയിട്ട് പോയപ്പോഴേക്ക് ഇത്രയും നേരം മൂടി കെട്ടിയിരിക്കുകയായിരുന്നു. ഞാനിതും കൊണ്ട് പോയപ്പോഴേക്കും നല്ല വെയിൽ ഗൈസ്, നല്ല വെയിലെന്ന് വെച്ചാൽ നല്ല വെയിൽ. അങ്ങനെ ഞാൻ നോക്കുമ്പോൾ അഴയുണ്ടോ എന്നുള്ളൊരു ഡൗട്ടിൽ വന്നതാണ്. വെയിലായതുകൊണ്ട് ആരെങ്കിലുമൊക്കെ തുണി എടുത്തിട്ട് കാണുമല്ലോ ഉണങ്ങാൻ വേണ്ടിയിട്ട്. എന്തായാലും എനിക്ക് അഴയൊക്കെ സെറ്റായി. അങ്ങനെ നമ്മൾ തുണിയൊക്കെ വിരിച്ചിട്ടു. ഞാൻ ബാക്ക് ടു റൂമിലോട്ട് പോയി. എൻ്റെ മുഖമൊക്കെ ഫുൾ ഡള്ളായി, ഫുൾ വേർത്തു. നമ്മൾ തുണിയൊക്കെ ഈവനിങ് ആകുമ്പോൾ എടുത്തുകൊണ്ട് വന്നു. ഇതിപ്പോൾ ഞാൻ എങ്ങോട്ടാണെന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്? എന്നാൽ നിങ്ങൾ മറന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് ബാഗില്ല ഗൈസ്. ഈ നാളത്തേക്ക് പാക്കിങ്ങിന് ബാഗില്ല. ബാഗ് വാങ്ങിച്ചിട്ട് വേണം ഇന്ന് നൈറ്റ് ഇരുന്ന് പാക്ക് ചെയ്ത് സെറ്റാക്കാൻ വേണ്ടിയിട്ട്. ഞാൻ എൻ്റെ പുതിയ റൂംമേറ്റുമായിട്ടാണ് ബാഗ് വാങ്ങാൻ ഇറങ്ങിയത്. അപ്പോൾ എന്തായാലും ആ കുട്ടി എനിക്ക് വളരെ വലിയൊരു സഹായമായിരുന്നു. പെട്ടെന്ന് ഞാനെടുത്ത ഡിസിഷനിൽ എനിക്ക് ഈ പാക്കിങ്ങിനും ഇതേപോലെ ബാഗ് വാങ്ങാനൊക്കെ ആളെന്നെ വളരെ സഹായിച്ചു. അപ്പോൾ നമ്മൾ എന്തായാലും ദാസരള്ളിയിലാണ് ബാഗ് എടുക്കാൻ പോയത്. ഞാൻ ഫസ്റ്റ് ഈ ബാഗ് എടുക്കാമെന്ന് വിചാരിച്ചു. ത്രൂ ഔട്ട് മഴയായിരുന്നു ഗൈസ്. ഞാനത് പറയേണ്ട കാര്യം, ഞാൻ ഇറങ്ങിയപ്പോൾ തൊട്ട് ഞാൻ റൂമിൽ എത്തുന്ന വരെ ത്രൂ ഔട്ട് മഴയായിരുന്നു. എന്നാൽ ഞാൻ ഫൈനലി ഈ ബാഗ് അങ്ങ് ചൂസ് ചെയ്തു. ഫസ്റ്റത്തെ ബാഗ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഞാൻ ഈ ഒരു സൂട്ട് കേസ് വാങ്ങി ഗൈസ്. അതിനുശേഷം നമ്മുടെ കുട്ടിക്ക് കുറച്ച് ചെരുപ്പും കുറച്ച് ക്ലോത്ത്സും സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് ബാംഗ്ലൂരിൽ, അപ്പോൾ കുറേ സാധനങ്ങൾ അവൾക്കും വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ കുറച്ച് ഫുഡൊക്കെ അടിച്ച് കയറ്റി. അങ്ങനെ ഫൈനലി റൂമിലെത്തി ഗൈസ്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴാണ് ഈ ബാഗ് ഒന്ന് ചെക്ക് ചെയ്യുന്നത്. ഞാൻ അവിടെ നിന്ന് ഇത് നോർമലി ഞാൻ വാങ്ങിച്ചു എന്നല്ലാണ്ട് ഇതെങ്ങനെയാണ്, ഇതെല്ലാം ശരിയുണ്ടോ, സിബൊക്കെ ഓക്കെ ആണോ എന്നൊന്നും ഞാൻ ആ സമയത്ത് എൻ്റെ തലയിൽ ഇതൊന്നും പോയില്ല. ഓക്കെ ബാഗ് ഓക്കെ സെറ്റായി എന്നുള്ള രീതിയിൽ ഞാൻ പെട്ടെന്ന് വാങ്ങിക്കുകയാണ് ചെയ്തത്. ഞാനിതിപ്പോൾ വീട്ടിലോട്ട് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഫൈനലി ഒരു 11:30 ഒക്കെ ആകുമ്പോഴേക്കും ഓൾമോസ്റ്റ് പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ബാഗ്സൊക്കെ ഫുള്ളായി. പക്ഷെ ഞാൻ വളരെ ടെൻഷനിലായിരുന്നു ഗൈസ്. ബിക്കോസ് എനിക്ക് ഇനിയും ലഗേജസ് ബാക്കിയാണ്. കുറേ സാധനങ്ങൾ ഇനിയും ബാക്കി കിടക്കുന്നു. ബുക്സ് ഉണ്ട്, ബക്കറ്റുണ്ട്, പിന്നെ ഡംബിൾസ്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ബാക്കി ആയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ എവിടെ കയറ്റി വെക്കുന്നത് എനിക്ക് ഒരു ഐഡിയ ഇല്ലാണ്ട് കിളി പോയിരിക്കുകയായിരുന്നു. എന്തായാലും തുടങ്ങിയില്ലേ, ഇനി എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ള രീതിയിൽ കുറേ ലഗേജസൊക്കെ അവിടെ വെച്ചു. ബാക്കിയുള്ളതൊക്കെ തട്ടിക്കയറ്റി ഞാൻ എന്തായാലും എൻ്റെ ബാക്ക് ടു ഹോം യാത്ര തുടങ്ങിയിരിക്കുന്നു ഗൈസ്. അങ്ങനെ പെട്ടിയൊക്കെ കയറ്റി കാറിൽ കയറ്റി. എൻ്റെ ചേട്ടനാണെങ്കിൽ മെജസ്റ്റിക്കിൽ വന്ന് കാത്തു നിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ മെജസ്റ്റിക് വരെ ഒറ്റക്കാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും അറിയാമല്ലോ, എൻ്റെ മുമ്പത്തെ വീഡിയോ കാണുന്നവർക്കാണെങ്കിൽ അറിയാം, ബാംഗ്ലൂർ ആണെങ്കിൽ ട്രാഫിക് ഇല്ലാതെ എന്ത് ബാംഗ്ലൂർ. അങ്ങനെ ട്രാഫിക്കിലൊക്കെ കുടുങ്ങി പെട്ട് അങ്ങനെ ഇങ്ങനെ തട്ടിയും മുട്ടിയൊക്കെ ഞാൻ എന്തായാലും എൻ്റെ ചേട്ടനെ കണ്ടു. ഞങ്ങൾ മീറ്റായി. രാവിലെ ചേട്ടനാണെങ്കിലും ഞാനാണെങ്കിലും നമ്മൾ രണ്ടാളും ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങളൊരു ഹോട്ടലിൽ കയറി രാവിലത്തെ ഫുഡൊക്കെ കഴിച്ചു. ലഗേജസൊക്കെ നമ്മൾ ബാക്കിയുള്ളതൊക്കെ ബസ്സിൽ കൊടുത്തു വിട്ടിട്ട് വേണ്ട ലഗേജുമായിട്ട് ട്രാവൽ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ മെജസ്റ്റിക്കിലോട്ട് നടന്നിട്ടാണ് പോയത്. അപ്പോൾ നമ്മളൊരു ബുദ്ധ ടെമ്പിൾ കണ്ടു. അപ്പോൾ ചേട്ടന് ഭയങ്കര ഒരു താല്പര്യം അത് പോയി അകത്ത് എന്താണെന്നൊക്കെ ഒന്ന് കാണാൻ വേണ്ടി. അങ്ങനെ ഞങ്ങൾ ടെമ്പിളിൻ്റെ ഉള്ളിലൊക്കെ കയറി. അടിപൊളി വൈബായിരുന്നു ഗൈസ്. ഞാൻ സത്യമായിട്ട് പറയാണ്, വളരെ ശാന്തമായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ഞങ്ങളൊരു സെൽഫിയൊക്കെ എടുത്തു. അങ്ങനെ ഞങ്ങൾ നടന്ന് മെജസ്റ്റിക്കിലെത്തി. അവിടെ എത്തിയപ്പോഴാണ് ഒരു കാര്യം അറിഞ്ഞത്, എന്തോ സ്ട്രൈക്ക് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ബസ്സൊന്നും ഇല്ലയെന്ന്. അത് കേട്ടപ്പോൾ തന്നെയുള്ള ബസ്സിൽ ഞങ്ങളങ്ങ് കയറി സീറ്റ് പിടിച്ചു ഗൈസ്. അങ്ങനെ ഇതിപ്പോൾ ഞാൻ കാണുന്നത് എനിക്ക് വളരെ ഒരു ഇമോഷണൽ ആയിട്ടുള്ളൊരു ഫീലിംഗ് ആയിരുന്നു. 3.5 കൊല്ലമായിട്ടുള്ള ബാംഗ്ലൂർ ലൈഫ് കാര്യങ്ങളൊക്കെ പോയി വിട്ടുപോകാനുള്ളൊരു
ഒരു വിഷമം കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇനി നിങ്ങൾ ത്രൂ ഔട്ട് ഞാൻ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനത്തെ ഒരു കാഴ്ചയായിരിക്കും കാണാൻ പറ്റുക. ബാംഗ്ലൂർ എന്നുള്ള ഒരു സിറ്റി സൈഡ് വിട്ട് കഴിഞ്ഞാൽ പിന്നെ ത്രൂ ഔട്ട് ഒരു ഹരിത മനോഹരമായൊരു സ്ഥലങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. എന്തായാലും ഉച്ചയൊക്കെ ആകുമ്പോഴേക്കും നമ്മളൊരു ഹോട്ടലിൽ വണ്ടി നിർത്തി ഞാനും ചേട്ടനും ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ട് കയറി. ഞാൻ പൊതുവേ എവിടെയൊന്നും ഫുഡ് കഴിക്കാറില്ല ട്രാവൽ ചെയ്യുമ്പോൾ. എന്തായാലും ഇപ്രാവശ്യം ഞാൻ കുറച്ച് ചേഞ്ചൊക്കെ ആയി. ചേട്ടൻ നോർമൽ മീൽസും ഞാൻ എൻ്റെ ഫേവറേറ്റ് പനീർ ബിരിയാണിയാണ് ഓർഡർ ചെയ്തിരുന്നത്. ആൻഡ് ബാക്ക് ടു ട്രാവൽ. ഞങ്ങൾ പിന്നെയും ട്രാവൽ തുടങ്ങി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫുൾ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. പോകുന്ന വഴിക്ക് മഴ, വെള്ളച്ചാട്ടം, കുന്ന്, മല ഇതൊക്കെ കടന്നിട്ടാണ് ഞങ്ങൾ എത്തിയത്. ഒരു ഫോറസ്റ്റിലൊരു 2 hours തന്നെ നമുക്ക് പോകാനുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ മംഗലാപുരത്ത് ഒരു 9:30 ആകുമ്പോൾ എത്തി. അവിടുന്ന് പിന്നെ നെക്സ്റ്റ് ബസ് പിടിച്ചു കാസർഗോഡിലേക്ക്. ശരിക്കും പറഞ്ഞ ബാംഗ്ലൂർ ടു കാസർഗോഡ് ഒരൊറ്റ ബസ്സിൽ തീരേണ്ടത് 2-3 ബസ്സൊക്കെ കയറി ഇറങ്ങി 10-12 മണിക്കൂറത്തെ യാത്രയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മൾ നാട്ടിലെത്തിയപ്പോൾ ബസ്സിലൊക്കെ കയറിയിരുന്നപ്പോഴാണ് ശരിക്കും ആ ഒരു ബസ്സിൻ്റെ തന്നെ ഒരു ഫീല് വന്നത്. കേരള KSRTC ബസ് അറിയാമല്ലോ അല്ലേ, പറപ്പിക്കലായിരുന്നു കേസ്. പിന്നെ അങ്ങോട്ടേക്ക് അങ്ങനെ ഞങ്ങൾ 10:30 ആകുമ്പോഴേക്ക് കാസർഗോഡ് എത്തി. ഷാലിമാർ ഹോട്ടലിൽ കയറി ഫുഡ് അടിച്ചു. ഇത്രയും ലേറ്റായിട്ട് വന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വീട്ടിലോട്ടുള്ള ബസ് സംഭവങ്ങളൊക്കെ അപ്പോഴേക്കും കാലി ഇല്ലായിരുന്നു ഗൈസ്. അങ്ങനെ ഞങ്ങൾ എന്താക്കി, അവിടെ നമ്മളുടെ റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ സ്റ്റേ ചെയ്തു. ഇതിപ്പോൾ നമ്മൾ നെക്സ്റ്റ് മോർണിംഗ് ആണ്. ഞാൻ ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല ഗൈസ്, എൻ്റെ വീട്ടിൽ ഞാൻ ഇതുവരെ എത്തിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ എഗെയിൻ ഇവിടുന്ന് മോർണിംഗ് നമ്മൾ ട്രാവൽ തുടങ്ങി. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞ പോലെ ഇന്നലെ ഞങ്ങൾ ബസ്സിൽ ലഗേജൊക്കെ കയറ്റി വിടുകയാണ് ചെയ്തത്, ബസ്സിൻ്റെ കുറച്ച് പ്രോബ്ലംസൊക്കെ കാരണം. അപ്പോൾ അത് വരാൻ വേണ്ടിയിട്ട് എന്തായാലും കുറച്ച് സമയം എടുക്കുന്നത് കണ്ടപ്പോൾ ഞങ്ങൾ മൂവി മാക്സിൽ കയറി ഒരു സിനിമ കാണാമെന്ന് വിചാരിച്ചു. എന്തായാലും നമുക്ക് ആ സമയം ഒരു വെർത്തായിട്ടുള്ള ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കയറിയത്. എന്തായാലും ഇതെനിക്ക് വെർത്തായി എന്ന് അവസാനം മനസ്സിലായി. ഞങ്ങൾ വാഴയാണ് ഗൈസ് കണ്ടത്. ഇത് വാഴ നല്ല ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരുന്ന സിനിമയാണ്, അതുകൊണ്ട് വാഴയാണ് കണ്ടത്. 10:30 ഒരു മോർണിംഗ് ടൈം ആയതുകൊണ്ട് തന്നെ തിയേറ്ററിൽ വലിയ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ മൂവിയൊക്കെ തുടങ്ങി. പാവങ്ങള് അതിനൊരു ചെറിയ പഴം പോലും കഴിക്കാൻ പറ്റാത്തതിന്റെ വിഷമത്തിൽ കിടന്ന് അലറി കരയായിരിക്കുമല്ലേ. കൂടെ ചിരിക്കാറ നമുക്ക് അമ്മമാരെ വിളിച്ച് ആശ്വസിപ്പിച്ചാല. നീ ഒരു കാര്യം ചെയ്യാം, കുറച്ച് ബക്കറ്റൊക്കെ അങ്ങ് പറയി കൊണ്ടുപോവാ. നമുക്ക് അമ്മമാരെ വെള്ളം കോരി കളഞ്ഞാൽ അമ്മമാരെ അങ്ങ് സന്തോഷിപ്പിക്കാം. അക്സെപ്റ്റൻസ് സിറ്റുവേഷൻ ഉണ്ടാ അത് വിട്ടേക്ക്. ഇനി നമ്മുടെ കഥ. ഫിലിം എന്തായാലും അടിപൊളിയായിരുന്നു ഗൈസ്. എനിക്കും ഇഷ്ടമായി, ചേട്ടനും ഇഷ്ടമായി. അങ്ങനെ നമ്മളെ ലഗേജൊക്കെ വന്നു എന്നൊക്കെ അറിഞ്ഞു. അങ്ങനെ ലഗേജൊക്കെ തട്ടിക്കൂട്ടി വണ്ടി കയറ്റി ഞങ്ങൾ വീട്ടിലോട്ട് എഗെയിൻ ട്രാവൽ തുടങ്ങി. ഒരു 45 മിനിറ്റിൻ്റെയും കൂടെ ട്രാവലേ ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും ഞങ്ങളൊരു 2 മണിയൊക്കെ ആകുമ്പോഴേക്ക് വീട്ടിലെത്തി ഗൈസ്. ഞങ്ങൾ ഫുഡൊക്കെ അടിച്ചു, റെസ്റ്റൊക്കെ ചെയ്തു. അപ്പോൾ എന്തായാലും വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ബൈ ബൈ.